Hello all and welcome to IELTS preparation by Sodeju. This is Alvin and in today's session we will discuss the introduction paragraph and overview paragraph of a bar chart IELTS writing task 1 essay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ബാർ ചാർട്ടിന് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോസ് ആണ് നമ്മൾ ഓൾറെഡി ചെയ്തത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ച ആ ഒരു സാമ്പിൾ ക്വസ്റ്റിന് തന്നെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അതുപോലെ ഓവർവ്യൂ പാരഗ്രാഫ് എങ്ങനെ എഴുതാം എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി നമ്മൾ ലൈൻ ഗ്രാഫിൽ ചർച്ച ചെയ്ത അതേ ഒരു മോഡലാണ് ഇൻട്രൊഡക്ഷൻ ഇവിടെ വരിക. അതായത് ബേസിക്കലി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത് പാരഫ്രൈസ്, ദാറ്റ് ഇസ് പാരഫ്രൈസ് ഓഫ് ദ ക്വസ്റ്റ്യൻ സെന്റൻസ്. ബേസിക്കലി അത്രേ ഉള്ളൂ. നമ്മൾ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒറ്റ സെന്റൻസ് ആയിരിക്കും എഴുതുക. ദാറ്റ് ഈസ് ദ പാരഫ്രൈസ് ഓഫ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു സാമ്പിൾ കണ്ടിരുന്നു. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ തന്നെ സിനോണിംസ് ഒക്കെ യൂസ് ചെയ്ത് റീഫ്രൈസ് ചെയ്യുന്ന രീതിയാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാം. ദെൻ നമുക്ക് സ്ക്രീനിൽ കാണാം നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കുക. The bar chart below shows the sector contributions to India's gross domestic product from 1960 to 2000. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രാഫിക് സ്ക്രീനിൽ കാണാം. ദാറ്റ്സ് ബാർ ചാർട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യുകയാണെങ്കിൽ 5 years ആണ് താഴ്ത്തുന്നിരിക്കുന്ന എക്സ് ആക്സിസിൽ. ദെൻ കമ്പാരിറ്റീവ് റിലേറ്റീവ് പെർസെൻറ്റേജ് എമൗണ്ട്സ് ആണ് നമ്മുടെ വൈ ആക്സിസിൽ. അപ്പോൾ ഓരോ വർഷത്തെയും ഒരു റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സെക്ടർ ടു ദി ഇന്ത്യാസ് GDP ആണ് ബേസിക്കലി ഇവിടെ തന്നിരിക്കുന്നത്. സെക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസ്. 3 സെക്ടറാണ് വന്നിരിക്കുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മളിത് പാരഫ്രൈസ് ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലേക്ക് മാറ്റുക നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് സ്ക്രീനിൽ കാണാം. ദി ബാർ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ് ദി റിലേറ്റീവ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ദി അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് ടു ദി ഇന്ത്യൻ ഇക്കോണമി ബിറ്റ്വീൻ 1960 ആൻഡ് 2000. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. എങ്ങനെയാണ് അത് റീഫ്രൈസ് ചെയ്തിരിക്കുന്നത് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇനീഷ്യൽ ഒരു സെന്റൻസസ്, ദാറ്റ് ഇസ് ദി ബാർ ചാർട്ട് ബിലോ ഷോസ്. ഓക്കെ, അത്രയൊരു പോർഷനാണ് എങ്ങനെ റീഫ്രൈസ് ചെയ്തു? ദി ബാർ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇത് തന്നെ നമ്മൾ ഓൾറെഡി റീഫ്രൈസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ദി സെക്ടർ കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യാസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത് നോക്കുക. നമ്മൾ ഓൾറെഡി ആ ഗ്രാഫിന്റെ ഡേറ്റേഴ്സും അതുപോലെ അവിടുത്തെ സെക്ടേഴ്സിന്റെ നെയിംസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓൾറെഡി അവിടെ പാരഗ്രാഫ് എഴുതിയത്. എന്താണ് അവിടെ പറയുന്നത്? ദി റിലേറ്റീവ് പെർസെൻറ്റേജ് contributions made by agricultural, industrial and service sectors to the Indian economy. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെയാണ് പാരഫ്രൈസ് ചെയ്തിരിക്കുന്നത്. സെക്ടേഴ്സിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പേരെടുത്ത് പറഞ്ഞു. ദെൻ നമ്മുടെ ഇയേഴ്സ്, ദാറ്റ് ഇസ് ഫ്രം 1960 to 2000 എന്ന് പറയുന്ന ഒരു ഫ്രേസിനെ നമ്മൾ ഫ്രം ടു എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു? ബിറ്റ്വീൻ ആൻഡ് എന്ന് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് ഫ്രം 1960 to 2000 എന്ന് പറയുന്നത് നമ്മൾ ബിറ്റ്വീൻ 1960 ആൻഡ് 2000 മാറ്റി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ബേസിക്കലി അത് റീഫ്രൈസ് ആണ്, അതായത് പാരഫ്രൈസ് ഓഫ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ദെൻ നമ്മുടെ ഓവർവ്യൂ പാരഗ്രാഫ് നമുക്ക് നോക്കാം. എന്താണ് ഓവർവ്യൂ പാരഗ്രാഫ്? നമ്മൾ ഓൾറെഡി കുറച്ച് മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ 2-3 മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിരുന്നു. ബേസിക്കലി ഈ ഒരു മെയിൻ ഫീച്ചേഴ്സിനെ തന്നെ കമ്പൈൻ ചെയ്ത് എഴുതുന്ന രീതിയാണ് ഓവർവ്യൂ പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാം. ഓവർവ്യൂ പാരഗ്രാഫ് ബേസിക്കലി മീൻസ് ഒരു ഓവറോൾ ഐഡിയ. നമ്മൾ ഏറ്റവും ഒരു ഗ്രാഫ് ആദ്യം നോക്കുമ്പോൾ ഏറ്റവും എടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനൊന്ന് സമറൈസ് ചെയ്യുന്ന രീതിയാണ് ഓവർ പാരഗ്രാഫ് ബേസിക്കലി ഉള്ളത്. ദെൻ ഇവിടെ ഡീറ്റെയിലിംഗ് ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ബേസിക്കലി ലൈൻ ഗ്രാഫിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അതായത് ഓവർവ്യൂ പാരഗ്രാഫിൽ ഒരിക്കലും നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നില്ല. ഡീറ്റെയിലിംഗിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോഡി പാരഗ്രാഫ്സിലാണ് ഡീറ്റെയിലിംഗ് നടത്തുക. ഇവിടെ ബേസിക്കലി ജസ്റ്റ് ഓവറോൾ ഏറ്റവും എടുത്ത് നിൽക്കുന്ന ഫീച്ചേഴ്സ് പറഞ്ഞു വിടുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഓവർവ്യൂ ചെയ്യുക. ദെൻ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി അനാലിസിസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത അത് ആ 3 മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ഫസ്റ്റ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ദി സർവീസ് സെക്ടർ ഇൻക്രീസ്ഡ് ഈച്ച് ഡിക്കേഡ്. ഓക്കെ, ആ ഗ്രാഫിൽ നമുക്ക് കാണാം സർവീസ് സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഇന്ത്യൻ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇയർ ബൈ ഇയർ കഴിയുമ്പോഴത്തേക്കും ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നു. ഓക്കെ, ദെൻ എന്താണ് സെക്കൻഡ് മെയിൻ ഫീച്ചർ? ദി കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ഡിക്രീസ്ഡ് ബൈ ഈച്ച് ഡിക്കേഡ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഇയർ ബൈ ഇയർ ഡിക്രീസ് ചെയ്ത് വന്നു. ദെൻ ദ തേർഡ് ഫീച്ചർ എന്താണ്? ഇൻഡസ്ട്രി റിമെയിൻഡ് സ്റ്റാറ്റിക് ഫ്രം 1980 to 2000. അപ്പോൾ ഇയർ ബൈ ഇയർ പോകുന്തോറും ഇൻഡസ്ട്രിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് വന്നു. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ച 3 മെയിൻ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഓവർവ്യൂ പാരഗ്രാഫ് എഴുതുക? ഈ പറയുന്ന മെയിൻ ഫീച്ചേഴ്സിന് നമ്മൾ 2-3 സെന്റൻസുകളായിട്ട് ബേസിക്കലി ഒരു 40 വേർഡ്സ് റേഞ്ചിൽ വരുന്ന ഒരു 2-3 സെന്റൻസ് വരുന്ന ഒരു പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ ഓവർവ്യൂ പാരഗ്രാഫ് എഴുതുക. ദെൻ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. Then നമ്മുടെ paragraph, that is the overview paragraph. Over the whole time period, the significance of agriculture declined steadily while services grew in importance decade by decade.
a different pattern emerged for industry, which initially showed a slowly increasing percentage but then plateaued from 1980 onwards. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർവ്യൂ പാരഗ്രാഫ്. ഇവിടെ നമ്മൾ ബേസിക്കലി സംസാരിച്ച് വെച്ചത് 3 ഫീച്ചേഴ്സ്. നമ്മൾ ഓൾറെഡി നേരത്തെ സ്റ്റേറ്റ് ചെയ്ത് വെച്ച 3 ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ടച്ച് ചെയ്ത് പോയത്. എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ദെൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ കാര്യം ആൻഡ് ഇൻഡസ്ട്രി സെക്ടറിന്റെ കാര്യം. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓൾറെഡി സംസാരിച്ച് വെച്ചത്. ദെൻ ഒന്നുകൂടെ വായിക്കാം. ഓവർ ദി ഹോൾ ടൈം പീരീഡ്. നമ്മൾ ഓൾറെഡി ലൈൻ ഗ്രാഫിൽ യൂസ് ചെയ്ത വാക്ക് ഓവറോൾ എന്നായിരുന്നു. അപ്പൊ അതുപോലെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അർത്ഥം വരുന്ന വാക്കുകൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഓവർ ദി ഹോൾ ടൈം പീരീഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അഗ്രികൾച്ചർ ഡിക്ലൈൻഡ് സ്റ്റഡിലി. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു കാര്യം നമ്മൾ ആദ്യം സംസാരിച്ചു. അതായത് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇയർ ബൈ ഇയർ ഡിക്രീസ് ചെയ്തു നമ്മൾ പറഞ്ഞു. ദെൻ എന്ത് പറയുന്നു? വൈൽ സർവീസസ് ഗ്രൂ ഇൻ ഇമ്പോർട്ടൻസ് ഡിക്കേഡ് ബൈ ഡിക്കേഡ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതനുസരിച്ച്, ഓരോ 10 years പീരീഡ് കഴിയുന്നതനുസരിച്ച് സർവീസ് സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഗ്രൂ ചെയ്ത് വന്നു. അതായത് കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്ത് വന്നു എന്നുള്ള കാര്യം നമ്മളോട് സംസാരിച്ച് വെച്ചു. ദെൻ എന്ത് പറയുന്നു? എ ഡിഫറെന്റ് പാറ്റേൺ എമേർജ് ഫോർ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അഗ്രികൾച്ചറിനെയും നമ്മുടെ സർവീസസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഡിഫറെന്റ് ആണെന്ന് നമ്മൾ സംസാരിച്ചു. ദെൻ എന്ത് പറയുന്നു? വിച്ച് ഇനിഷ്യലി ഷോഡ് എ സ്ലോലി ഇൻക്രീസിംഗ് പെർസെന്റേജ് ബട്ട് ദെൻ പ്ലേറ്റോഡ് ഫ്രം 1980 ഓൺവേർഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? ഇൻഡസ്ട്രിയൽ സെക്ടർ. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആദ്യമേ ഒരു സ്ലോലി ഇൻക്രീസിംഗ് ട്രെൻഡ് കാണിച്ചിരുന്നെങ്കിലും ദെൻ ഇറ്റ് പ്ലേറ്റോഡ്, ദെൻ ഒരു സ്ലൈറ്റ് ഡിക്രീസ് വന്നതിന് ശേഷം വീണ്ടും ഒരു പഴയ പൊസിഷനിലേക്കാണ് എത്തി എന്നുള്ളതാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ബേസിക്കലി ഏറ്റവും എടുത്തു നിൽക്കുന്ന 3 ട്രെൻഡ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സംസാരിച്ച് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർവ്യൂ പാരഗ്രാഫ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഓവർവ്യൂ പാരഗ്രാഫ് ഫോർ ദിസ് സാമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ബോഡി പാരഗ്രാഫ് നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.